നമ്മളങ്ങനെ രാവിലെ തന്നെ സീരിയസ് ആയിട്ട് ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താന്നല്ലേ ഡോറ ബൂച്ചി തന്നെ എന്ത് നിങ്ങൾ കാണാറില്ലേ? സംഭവം കാണുമല്ലോ, അത്ര എളുപ്പമൊന്നുമല്ല. ഈ പുള്ളിക്കാരത്തിക്കാണെങ്കിൽ 10 പൈസയുടെ വിവരമില്ല, എന്നാൽ ലോകം മൊത്തം സഞ്ചരിക്കുകയും വേണം. പുള്ളിക്കാരത്തിക്ക് എവിടെ പോണേലും വഴി നമ്മളാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എവിടെ എത്താൻ പോകുന്നില്ല, ഒരു തേങ്ങ അറിയാനും പാടില്ല. അങ്ങനെ ഡോറ ബൂച്ചിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്ന് വെച്ചേക്കുന്നത്. ഇതത് തന്നെ, നമ്മൾ ഓർഡർ ചെയ്ത പവർ ബാങ്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര ആകാംക്ഷയിലാണ് പുറത്തേക്ക് വന്നേ. ഷേടാ, എവിടെയെങ്ങും ആരും ഇല്ലല്ലോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, നൈസായിട്ട് 3G ആയി പോയിട്ടോ. സംഭവം ഏതോ പൂച്ച എങ്ങോട്ട് ഓടിപ്പോയതാണ്. ഈ പൂച്ചയ്ക്ക് ഓടാൻ കണ്ട ഒരു സമയം അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കും ആ പുള്ളി തന്നെ ആവണേ, സംഭവം പെട്ടെന്ന് എത്രയെന്ന്. അങ്ങനെ നമ്മൾ നൈസായിട്ട് ചമ്മി ഇരിക്കുമ്പോഴാണ് മുറ്റത്ത് ആ ഒരു ചെടിയുടെ മുകളിൽ വലിയൊരു വണ്ടി ഇരിക്കണേണ്ടത്. പിന്നെ നമ്മൾ അതിൻ്റെ പിന്നിലായി ഓരോ കോപ്രായങ്ങളും ഇങ്ങനെ കാട്ടി വണ്ടിൻ്റെ നിന്ന് കൂത്തിട്ടാറായപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതെപ്പോഴാണ് വരാമെന്ന് ഇങ്ങനെ മാനത്ത് നോക്കി നിന്നപ്പോഴാണ് ഒരു പ്ലെയിൻ പോകേണ്ടത്. പിന്നെ കുറച്ച് നേരം പ്ലെയിൻമേയൊക്കെ നോക്കിയിരുന്ന സമയം പോയി. അപ്പോഴും നമ്മുടെ ഓർഡർ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാനാണെങ്കിൽ കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം ഓർത്തത്. അല്ല, ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ശിവനെ അത് ഓഫ് ചെയ്തിട്ടില്ല, ഇന്ന് ചീത്തയേക്കും, ആരും കാണല്ലേ എന്ന് വെച്ച് ഓടിപ്പോയപ്പോഴാണ് സബാഷ് ആരും ടി വി ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല വായിട്ട് ഇന്ന് ചീത്തയേക്കും. നേരെ പുറത്തിറങ്ങിയപ്പോഴാണ് കറക്റ്റ് എൻ്റെ മുമ്പിൽ പെട്ടിട്ടുണ്ട്, നന്നായിട്ട് ചീത്ത കെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അവസാനത്തെ ഇടവ്, എന്നാ കുറച്ച് കപ്പലിൽ കഴിച്ചോ? വേണ്ട, ഞാൻ കഴിച്ചോളാം, ഞാൻ കഴിക്കും, മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ച് അവിടെ പോയി ഇരുന്നപ്പോഴാണ് നമ്മൾ ആ ഒരു കാര്യം ഓർത്തത്. അല്ല, നമുക്ക് എന്തിനാ പോയി ഇത്ര വിഷമം? നമ്മൾ ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് ചീത്ത കേട്ടത്. സംഭവം നമ്മുടെ മാത്രം പ്രശ്നമല്ല. ടി വി ആണെങ്കിൽ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനില്ലെങ്കിൽ ഒന്ന് ഓഫ് ആയിക്കൂടെ? ഒരു വഴി വാഴയാണെങ്കിൽ എന്താ വായ തുറന്ന് പറഞ്ഞുകൂടെയും ചോദിച്ച അവസ്ഥയായിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതിനെ പറ്റിയുള്ള ചിന്തയായി. ഏത് പഴയ ടി വിയായാലും ഏത് മോഡലായാലും നമ്മൾ അവിടെ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടി വി ഒന്ന് ഓഫ് ആവണം. അങ്ങനെ ഐഡിയയും കിട്ടി നമ്മൾ നേരെ അതാ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഇനി ഒരവസ്ഥ ആർക്കും വരരുത്. ഹായ് ഫ്രണ്ട്സ്, ആർക്കും ഡിപെട്ടങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാണ് അവസ്ഥ. ഡോർ ചെയ്ത് വഴിക്ക് പോയി എന്ന് പോലും അറിയാൻ പാടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മായക്കണ്ണനും ലിറ്റിലും ബാലുവീറൊക്കെ കാണാൻ. പക്ഷേ ഇനിയിപ്പോൾ ടി വി ഇന്നും ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലത്തെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? അതായത് നമ്മുടെ റൂമിലത്തെ ഫാനിൽ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് എങ്ങോട്ടെങ്കിലും പോവുക, ടി വി ഓണാക്കിയിട്ട് എങ്ങോട്ടെങ്കിലും പോവുക. അപ്പോൾ ഇതേപോലത്തെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കണ്ടെത്താൻ പോവുക കേട്ടോ. അതായത് ഇനി നമ്മുടെ ചാനലിലുള്ള കുറച്ച് വീഡിയോസ് ഇതേപോലത്തെ വീട്ടിലത്തെ പ്രശ്നങ്ങൾക്കുള്ള കുറച്ച് പരിഹാരങ്ങളാണ്. നമ്മൾ കുറച്ച് ചിന്തിച്ച് കുറച്ച് കോംപ്ലിക്കേഷൻ ആയാൽ പോലും കുറച്ച് വെറൈറ്റി രീതിക്ക് അതിനൊക്കെ പരിഹാരം, അതായത് പലഹാരം നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കുക, കാരണം നിങ്ങൾ ലാസ്റ്റ് വരെ എത്തുമ്പോൾ മറന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പോയിട്ട് താഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ ഷെയർ ബട്ടൺ കാണണല്ലേ, ചുമ്മാ ഇരിക്കണമല്ല പുള്ളിയെ പിടിച്ച് ഞാൻ വാട്സപ്പ് ഫേസ്ബുക്കിൽ ചറ ഷെയർ ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ അടിപൊളി വിലപ്പെട്ട കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതേപോലത്തെ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കതിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം. അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഐഡിയാസ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് ലിറ്റിലാണ് സമയമായി. അതിനും അത് ഉണ്ടാക്കി തീർക്കട്ടെ. ശരി എന്നാൽ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. അടിപൊളിയായിട്ട് വായിട്ട് എൻ്റെ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയി വാങ്ങിച്ചിട്ട് വരാം. നല്ല പൊരി വെയിലാണ് ഫ്രണ്ട്സ്. നമ്മൾ വാങ്ങാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. അതായത് ഇങ്ങനത്തെ വെക്കാനുള്ളൊരു ബോർഡ്, പിന്നെ നമ്മൾ കുത്താനുള്ള സോക്കറ്റ്, അതിൻ്റെ ജസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ ഇതുപോലത്തെ ഒരു വയർ. ഞാൻ ഇതെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നോർമൽ എക്സ്റ്റൻഷൻ അല്ല, നമ്മൾ IoT ഇതാണ്, നോഡ് MCU അതൊക്കെ വെച്ചിട്ട് മാസങ്ങളുടെ കഷ്ടപ്പാടാണ്. സോ ഞാൻ ഉണ്ടാക്കിയതിൽ പൊളിക്കാണ്ടിരിക്കണ ഒരെണ്ണം ഇതാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു പെട്ടി നമുക്ക് വാങ്ങാം. നമ്മുടെ സൈക്കിളിനാണ് ഇത് ഒരു തരിക്കാറ്റില്ല കേട്ടോ, മൊത്തം പൊടി പിടിച്ചിരിക്കുക. നമ്മൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. സോ നമുക്ക് നടന്ന് പോയി വാങ്ങാം ഈ വെയിലത്ത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ സൈക്കിള് ഇങ്ങനെ ഉന്തി പോവുകയാണ് കടയിലേക്ക്. ഇത് കാറ്റൊടിക്കാൻ വേണം സാധനങ്ങൾ വാങ്ങണം, നല്ല വെയിലാണ്. സോ നമുക്ക് സാധനം വാങ്ങിച്ചിട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സാധനങ്ങളായിട്ട് എടുത്തിട്ട് വേർത്ത് കുളിച്ചു. നമ്മുടെ സൂര്യൻ വെറുതെ വേണ്ടില്ല, നോക്കാൻ എന്തൊക്കെയാണ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അവിടെ ഉണ്ടായ കമ്പി നമ്മൾ എടുത്തോണ്ടാകുന്നതാണ്. വേറെ വല്ല പ്രൊജക്റ്റിനൊക്കെ ഉപകാരം ഉണ്ടാവും. ഇപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പെടുത്തില്ല, ബട്ട് ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ നോക്കിപ്പോയ പെട്ടി ഏതാണെന്ന് നമുക്ക് വലിയ പെടുത്തില്ല. ഒരെണ്ണം ഇങ്ങനത്തെ സ്വിച്ച് ബോർഡ് വയ്ക്കാം, പിന്നെ ഒരെണ്ണം ഓട്ടോ ഒന്നും ഇല്ലാത്ത ടൈപ്പാണ്, പിന്നെ ഒരെണ്ണം എന്ത് സ്വിച്ച് വയ്ക്കാനുള്ള ഓട്ടോയുള്ള ടൈപ്പാണ്. ഇത് ഏതൊക്കെ എങ്ങനെയാണെന്നൊന്നും വലിയ പെടുത്തില്ല. ഇതിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട സംഭവമാണ് ഇതേപോലത്തെ സോക്കറ്റ്. അതായത് നമ്മൾ ആ ഒരു വയറിനൊന്നും ഡാമേജ് ഇല്ലാത്ത രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ഇതേപോലത്തെ 2 സോക്കറ്റ് എടുത്തേക്കാം. പിന്നെ നമുക്ക് വേണ്ട സംഭവം ഇതേപോലത്തെ കുറച്ച് വയർ. ഇത് ഇവിടെ എൻ്റെ വേറെ ഉണ്ട്, അതാണ് ഇത്തിരി മാത്രം ഞാൻ എടുത്തത് ഫ്രണ്ട്സ്. നമ്മൾ ആ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ ഒരു വര പോലെ കണ്ടു. അവിടെ പ്ലെയർ പിടിച്ച് തിരിച്ചപ്പോൾ നൈസായിട്ട് ഒടിഞ്ഞു വന്നു. അപ്പോൾ ഇതിൽ സ്വിച്ചും വെക്കാം, ഒരു സോക്കറ്റും വെക്കാം. അപ്പോൾ നമ്മൾ സോക്കറ്റ് എടുത്തപ്പോൾ ഒരു പ്രശ്നം പറ്റിപ്പോയി. ഞാൻ കാണിച്ചു തരാം. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ലൂസാണ്. ഞാൻ വെച്ചു സോക്കറ്റ് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. ഇത് വേറെ ഏതോ ടൈപ്പാണ്.
ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത് പല്ലൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും 8ൻ്റെ പണി പെട്ടിരിക്കുകയാണ്ടൊന്നും പറയാനില്ല. നമ്മളെന്തായാലും മാറ്റി വാങ്ങാനൊന്നും പോകുന്നില്ല. നമുക്ക് ഈ പണിയും കൂടി സോൾവ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഒളിച്ചിട്ട് വെക്കാമെന്നാണ്. നമുക്കിതൊന്ന് ഓട്ടോ ഒളിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ആവശ്യമുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിരുന്നത് 𝙂𝙑𝙬𝙧𝙖𝙬 എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ്. അവിടുന്ന് വാങ്ങാൻ കാരണം പുറത്തേക്കാളും നല്ല രീതിക്ക് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ഇവിടെ കിട്ടും. അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി കിണ്ണങ്കാച്ചി ഓഫേഴ്സും വരും. അതായത് ഓൾറെഡി നല്ല വിലക്കുറവാണ്, വീണ്ടും കിണ്ണങ്കാച്ചി ഓഫേഴ്സ് വരും. അപ്പോൾ ഇവർ മലയാളീസ് തന്നെയാണ്. ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വച്ചേക്കാം. ഇനി ഇവരുടെ സൈറ്റിൽ ഇല്ലാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. മലയാളീസ് തന്നെയാണ്. ഞാൻ വാട്സപ്പ് നമ്പർ ലിങ്കായിട്ട് കൊടുത്തേക്കാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് അവർക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. അതുമാത്രമല്ല ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫുൾ ക്യാപിറ്റൽ ലെറ്റർ 𝙂𝙑𝙬𝙧𝙖𝙬 എന്നുള്ള കോഡ് അവിടെ അടിക്കുകയാണെങ്കിൽ ഉള്ള ഓഫറിൻ്റെ പുറത്ത് കുറച്ചുകൂടി ഓഫർ കിട്ടും. സംഭവം വിചാരിച്ച പോലെയൊന്നുമല്ല കേട്ടോ. ജസ്റ്റ് ഓട്ടോ ഒളിച്ച് അങ്ങോട്ട് വച്ചാൽ പോലെ എന്നാണ് ഞാനും വിചാരിച്ചത്. സംഭവം അതേപോലെയൊന്നുമല്ല. കറക്റ്റ് അല്ല ഫിനിഷിങ് ചെയ്താലേ അതവിടെ ഇരിക്കുള്ളൂ. അത് മാത്രമല്ല 4 സംഭവമല്ല, അതിൻ്റെ സൈഡിൽ വേറൊരു സംഭവം കൂടി അടിയിലേക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി വേറെ മാർക്ക് ചെയ്ത് ഓട്ടൊക്കെ വയ്ക്കണം. നല്ല പാടാണ്. എന്തായാലും നമുക്ക് ഓട്ടോ ഒളിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ പണിക്ക് ശേഷം ഓട്ടോ ഒളിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ സൈഡിലൊരു ഓട്ട? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സമയത്ത് ഓട്ടൊക്കെ ഒളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിത് ജസ്റ്റ് അവിടെ ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലിപ്പ് ആവട്ടോ. നമ്മൾ അത്രയും പെർഫെക്ഷനിൽ കറക്റ്റ് അളവ് നോക്കിയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ വെക്കാൻ പോകണം. കണ്ട കറക്റ്റായിട്ടിരുന്നു. ഇത്തിരി ചെരിഞ്ഞുണ്ടോ എന്ന് ഡൗട്ടില്ലാതില്ല. സംഭവം കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ശക്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ സംഭവം റെഡിയായി. നമ്മളിനി അതിൻ്റെ സൈഡിലും അതിൻ്റെ ഉൾവശം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ നല്ല വൗ ആയിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്വിച്ച് വെക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഹോള് നമുക്ക് പ്ലൈവുഡ് വെച്ച് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളതും നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഗുളൊക്കെ പുറത്തേക്കുണ്ട്. നമുക്ക് ലാസ്റ്റ് സെറ്റാക്കാം. നമ്മൾ സ്വിച്ചിൻ്റെ അവിടെ ഒട്ടിച്ചെടുത്തു. ഇനി അടുത്ത പരിപാടി കുറച്ച് വയർ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ IoTൻ്റെ അതിൽ നമ്മൾ കുറേ വയർ ഉപയോഗിച്ചിട്ടുണ്ട് പുറത്തേക്ക് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു വയർ നമ്മൾ കട്ട് ചെയ്തല്ല, പതുക്കെ ഡിസ്കണക്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആ വയർ ഒന്നുകൂടി റീയൂസ് ചെയ്യാം. പിന്നെ ആ വയർ പുറത്തേക്ക് ഇടാനുള്ള ഒരു ഓട്ട നമ്മൾ സോൾഡറിങ് വെച്ച് തുളയ്ക്കുകയാണ്. അതിനുശേഷം ആ ഓട്ട തുളച്ചപ്പോണ്ടായ സൈഡിലത്തെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രൂ ഇടാനുള്ള അതും കൂടി ഒരു ഇത്തിരി ഉരുകിയുണ്ട്. സംഭവം സെറ്റില്ല എന്നല്ല, ശക്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. ഓട്ടയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു കുരുക്ക് പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് പുറത്ത് എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ വലിച്ചാലോ എന്തെങ്കിലുമൊക്കെ താഴ്ത്തു വീണാലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പൊട്ടി ഉള്ളിൽ ഡാമേജ് ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്കൊരു ഓട്ടം കൂടി തുളയ്ക്കണം. കാരണം നമ്മൾ ഇൻപുട്ടുള്ള പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ആർഡിനോ പവർ അപ്പ് ചെയ്യാൻ, അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ USB കുത്തില്ല. പിന്നെ ഇതുപോലത്തെ ഒരു ലൈറ്റും നമ്മൾ റെസിസ്റ്റർ സോൾഡർ ചെയ്തെടുക്കാം. കാരണം ഇത് ഓണായെന്നുള്ളൊരു ഇൻഡിക്കേഷന് വേണ്ടി. പിന്നെ ഇതുപോലത്തെ ഒരു 5 വോൾട്ടിൻ്റെ റിലേ മൊഡ്യൂളല്ല, റിലേ ആണ് എടുത്തേക്കുന്നത്. റിലേ മൊഡ്യൂൾ നല്ല വിലയാണ്. സംഭവം ജസ്റ്റ് ഒരു സ്വിച്ചിങ് പർപ്പസിന് എടുത്തേക്കണം കേട്ടോ. പിന്നെ കോമൺലി ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഒരു ഡയോഡ്. നമ്മൾ ആ ഡയോഡ് റിലേയിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സോൾഡർ ചെയ്യുമ്പോൾ ഡയോഡ് കറക്റ്റ് ആ വരെയുള്ള സൈഡൊക്കെ എങ്ങോട്ടാണ് സോൾഡർ ചെയ്ത് നോക്കിയിട്ട് തന്നെ സോൾഡർ ചെയ്യാം കേട്ടോ. നമ്മളപ്പോൾ റിലേയുടെ 2 അറ്റത്താണ് നമ്മൾ ഈ ഒരു ഡയോഡ് തമ്മിൽ സോൾഡർ ചെയ്തേക്കുന്നത്. പിന്നെ കോമൺലി ഉപയോഗിക്കുന്ന ഇതുപോലത്തെ BC557 എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ നടുക്ക് തന്നെ റെസിസ്റ്റർ വെച്ചിട്ട് അവിടെ നിന്ന് ഒരു വയർ എടുത്തു. പിന്നെ സൈഡിൽ നിന്ന് ഒരു വയർ എടുത്തു. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ മറ്റേ സൈഡ് നമ്മൾ റിലേയിൽ ഇതുപോലെ കണക്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ട സംഭവമാണ് ആർഡിനോ നാനോ എന്ന് പറയുന്ന സംഭവം. ശരിക്കും ട്രാൻസിസ്റ്റർ, എമിറ്റർ, ബേസ്, കളക്ടർ എന്നൊക്കെ പറയണം. ഇതിൽ പറയാത്തവരാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവുമെന്ന് വെച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ആദ്യത്തെ പിൻ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക, അതായത് ആർഡിനോൻ്റെ GND നമ്മുടെ റിലേ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അറ്റത്തുള്ള അത് നമ്മളെ VCC, അതായത് 5 വോൾട്ടിലേക്ക് കൊടുക്കുക. അതായത് നമ്മൾ ഡയോഡ് സോൾഡർ ചെയ്തതിൻ്റെ 2 സൈഡിലുള്ളതും ഒരെണ്ണം പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ റെസിസ്റ്ററിൽ നിന്ന് വരുന്ന വയറാണ് നമ്മളിതിലേക്ക് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാൻ പോകുന്നത്. അതായത് ഏതെങ്കിലും ഡിജിറ്റൽ പിന്നെ കൊടുക്കുക. നമ്മൾ ഡിജിറ്റൽ പിൻ 3യിലാണ് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള ഡിജിറ്റൽ പിന്നിന് കൊടുക്കാം, അത് കോഡിൽ മാറ്റിയാൽ മതി. അതിനുശേഷം ഇതുപോലത്തെ ഈ ഒരു സ്ക്രൂ ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് വയർ ഫിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്ന് സ്ക്രൂ ടൈറ്റായിട്ട് വയ്ക്കാം. ഈ ഒരു വയർ നമ്മൾ 230 വോൾട്ടിൽ നിന്ന് തന്നെ നേരെ വയറെടുത്തോടെ കൊടുത്തേക്കാണ്. ഈ ഒരു സൈഡിൽ കൊടുക്കേണ്ടത് ഇതേപോലത്തെ ഒരു വയർ കൊടുത്തിട്ട് ഈ ഒരു കണക്ഷൻ നമ്മൾ റിലേയിലേക്ക് കൊടുക്കണം. റിലേ എന്നായിരിക്കണം 230 വോൾട്ടേക്ക് കണക്ഷൻ വേണ്ടത്. അതായത് സ്വിച്ച് എങ്ങനെയാണോ നമ്മൾ കണക്ട് ചെയ്യുക അതേപോലെ തന്നെ. ഒരു വയർ ഡയറക്റ്റ്ലി അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വയർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ റിലേമേ കൂടിയാണ് ആ ഒരു സോക്കറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റിലേയുടെ നടുക്ക് സോൾഡർ ചെയ്തു. നമ്മൾ നെക്സ്റ്റ് വയർ വേണ്ടത് ആ സൈഡിലുള്ള 2 എണ്ണം ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് സോൾഡർ ചെയ്യുക. അതായത് ഓൺ ആവണോ ഓഫ് ആവണോ, അതായത് ഒരു സിഗ്നൽ വരുമ്പോൾ ഇത് ഓണായി നിൽക്കണോ, ഒരു സിഗ്നൽ വരുമ്പോൾ ഓഫായി നിൽക്കണോ, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ആ റൈറ്റ് സൈഡിലുള്ള കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അൾട്രാസോണിക് സെൻസറും കൂടി ഇതിൽ വെക്കണം കേട്ടോ. അപ്പോൾ അതിനോട് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് അൾട്രാസോണിക് സെൻസർ കൂടി വെക്കാം.
നമ്മളിതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ഓട്ടോ കളിക്കുമ്പോൾ ഒരു മാസ്ക് ഒക്കെ വെക്കണം. അത് മാത്രമല്ല അതിൻ്റെ അവിടുന്ന് പുക വരണ നേരെ അവിടെ ഇരിക്കുകയും ചെയ്യരുത്. നമ്മളൊരു ഫാൻ വെച്ചിട്ട് പുകയൊക്കെ അങ്ങോട്ട് സൈഡിലേക്ക് നീക്കി വേണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ മണമൊന്നും അത്ര നല്ലതല്ല ആ പുകയും പ്ലാസ്റ്റിക്കൊക്കെ തുളയ്ക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം വേറെ സെപ്പറേറ്റ് സോൾഡറിങ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഓട്ടോ തുളയ്ക്കാം. ഇപ്പോൾ ഓട്ടോ തുളയ്ക്കുകയാണെങ്കിൽ തന്നെ സോൾഡറിങ് ക്ലീൻ ചെയ്ത് മാത്രം വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സോൾഡറിങ് ആണെങ്കിൽ നിന്ന് ഒരുപാട് പുക വരും. നമ്മളപ്പോൾ ഓട്ടയൊക്കെ തുളച്ച് വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് ടൈറ്റായി ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ അൾട്രാസോണിക് സെൻസറിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് വളച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ഇതിൽ സൂട്ടായിരിക്കില്ല. പിന്നെ വയർ വരുമ്പോൾ വയർ ചിലപ്പോൾ വളയാനും പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഇത്തിരി വളച്ചാണ് നമ്മൾ വെച്ചേക്കുന്നത്. പ്ലെയർ വെച്ച് ശ്രദ്ധിച്ച് വളച്ച് വെച്ചേക്കാണ്, അല്ലാണ്ട് ഡിസോൾഡർ ചെയ്തെടുത്ത് വളച്ചൊന്നുമല്ല. സംഭവത്തുള്ളൂ ഈ ഒരു പ്ലഗിലേക്ക് വന്ന വോൾട്ടേജിനെ നമ്മൾ റിലേ ആണ് കൺട്രോൾ ചെയ്യുന്നത്. റിലേനെ കൺട്രോൾ ചെയ്യുന്ന ആർഡിനോൻ്റെ സിഗ്നൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ അൾട്രാസോണിക് സെൻസറാണ്. അതായത് ആ സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നൽ വെച്ചിട്ടാണ് ആർഡിനോ പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് അൾട്രാസോണിക് സെൻസർ സെൻസ് ചെയ്യുന്നതാണ്. നമ്മളവിടെ കൈ വയ്ക്കുമ്പോൾ ആ ഡിസ്റ്റൻസ്, ആ ഒരു കോടി പറഞ്ഞ ഡിസ്റ്റൻസിന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേ ഓൺ ആവുകയും അവിടെ വോൾട്ടേജ് വരികയും ചെയ്യും. അത് മാത്രമല്ല ഒരു ഒബ്ജക്റ്റ് ഇത്ര നേരം ഇരുന്നാൽ മാത്രം ഓൺ ആവുക, ഒരു ഒബ്ജക്റ്റ് ഇത്ര നേരം ഇല്ലെങ്കിൽ മാത്രം ഓഫ് ആവുക, അങ്ങനത്തെ സെറ്റപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവത്തിനുള്ളിൽ നമുക്കിത് അടച്ചു വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു റെഗുലേറ്റർ IC 7805 എന്ന് പറഞ്ഞൊരു IC നമ്മൾ ഹീറ്റ് സിങ്കുമൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ള നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒന്ന് പോയി കാണാം. ജസ്റ്റ് 12 വോൾട്ടിനെ 5 വോൾട്ടാക്കി മാറ്റാനാണ്. ഞാനിവിടെ 12 വോൾട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 9 വോൾട്ട് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. 12 വോൾട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഒരു ഹീറ്റ് സിങ്ക് വെച്ചേക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ സംഭവമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. നമ്മൾ കൈ വയ്ക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒന്നും ഓണാവുന്നില്ല. നമ്മൾ ഡിലേ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം റിലേ ഓണാവും. ഇപ്പോൾ ലൈറ്റ് ഓണായി. വേറെ TVയോ ഫാനോ ഫ്രിഡ്ജ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ പോയി. പെട്ടെന്നൊന്നും വരുമ്പോൾ ഓണാവുന്നില്ല. നമ്മളിനി അവിടെ ആ ഒരു ഡിലേ 3 സെക്കൻഡാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഡിലേ എത്രയെന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ. ഞാൻ അവിടെ പോയി നിന്നു. ഓണായില്ല. കുറച്ച് നേരം അവിടെ ഒരു എന്തെങ്കിലും ഒബ്ജക്റ്റ് അതിന് മുമ്പിൽ വേണം. ഇപ്പോൾ ഞാൻ വന്ന് നിന്നപ്പോൾ ഇപ്പോൾ ഓണാവുന്നത്. കുറച്ച് ടൈം ഡിലേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഇത്ര നേരം അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അത് ഓണായി. കാരണം ടിവിയുടെ ഫ്രണ്ടിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമല്ലോ. അപ്പോൾ TV ഓണായി ഓഫ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ടിവിക്ക് കംപ്ലൈൻ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇവിടെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഫാൻ നമ്മൾ അവിടെ പോയി ഇരുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഫാൻ ഓൺ ആവുക കേട്ടോ. അത് മാത്രമല്ല നമ്മളവിടെ നിന്ന് എൻറ്റ് പോയിട്ട് അത് ഈ പറയുന്ന അത്രയും സെക്കൻഡ് അവിടെ ഒരാളില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഓഫ് ആവുള്ളൂ. കാരണം TV ഒക്കെ കാണുമ്പോൾ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ TV ഓഫായിട്ട് വീണ്ടും വന്നിരിക്കുമ്പോൾ അത് ഓണായി വരുന്ന അവസ്ഥ അതൊക്കെ ഭയങ്കരമാണ്. സോ നമ്മൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ എൻറ്റ് മാറിയപ്പോൾ ഫാൻ ഓഫായി, ഫാൻ നിന്നിട്ടുണ്ട്. ഇനി ലൈറ്റും ഫാനും ഒന്നുമല്ല, നമ്മൾ TV എന്നതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് TVയുടെ പ്ലഗ് ഇവിടെ കൊണ്ട് കുത്തി, വേറെ മുറിക്കലോ കട്ടിയിലോ ഒന്നുമില്ല. നമ്മളവിടെ ചെന്നിരുന്ന് കുറച്ച് നേരം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ TV ഓൺ ആവും. നോ സിഗ്നൽ വരാൻ കാരണം നമ്മളിപ്പോൾ ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് നമ്മൾ കേബിളൊക്കെ ഊരിയിട്ടു. വിഷ്വൽസ് ഓഡിയോ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയ സംഭവം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ സെൻസ് ചെയ്ത് TV ഓണായി. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ് കുറച്ച് നേരം ആളവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ TV ഓഫ് ആവും. നമ്മുടെ വീഡിയോ ലാഗാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡിങ്ങിൽ അതിൻ്റെ ഡിലേ കുറച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഒക്കെ പ്ലേ ആവുന്നുണ്ട് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും TV നമ്മൾ കറക്റ്റ് വന്നിരുന്നപ്പോൾ തന്നെ ഒക്കെ ഓണായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് വന്നു. അപ്പോൾ ആ ഒരു ടൈം ഡിലേ കുറച്ചായിട്ട് തന്നെ അത് ഓഫായിപ്പോയി. അപ്പോൾ ഇവിടെ ഉള്ളൊരു വേറൊരു പ്രശ്നമാണ്. അതായത് നമ്മളിപ്പോൾ TV ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചിലപ്പോൾ ഇരുന്ന് കാണണമെന്നില്ല. ഒരു സെൻസർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമലിൽ ചാരിക്കൊണ്ടോ ഇല്ലെങ്കിൽ ഫോൺ നോക്കൊണ്ടോ നടന്നുകൊണ്ടൊക്കെ TV കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു പ്രശ്നമാണെന്ന്. സോ നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് സോൾവ് ചെയ്യാം. നമ്മുടെ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് ഈ വെച്ചാണ് സെൻസർ PIR സെൻസറാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഈ ഒരു പിൻ പിന്നെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനും രണ്ടാമത്തെ പിൻ പിന്നെ എത്ര ഡിലേ, അതായത് സംഭവം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു സെൻസറിൻ്റെ വാല്യൂ 1 ആവും. മൂവ്മെൻറ്റ് ഒന്നുമില്ല, ഒരു മൂവ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സെൻസറിൻ്റെ വാല്യൂ 0 ആവും. അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ എങ്ങനെയാണ്, ഇവിടെ ഒരാൾ വന്നിരുന്ന് ഒരു 3 സെക്കൻഡ് ആൾ ഇരിക്കുകയാണെങ്കിൽ TV ഓൺ ആവണം. പക്ഷെ ഓഫ് ആവേണ്ടത് എപ്പോഴാണ്, ഇവിടെ ഈ ആള് ഒരു 5 സെക്കൻഡ് ഇല്ല പ്ലസ് ഈ ഒരു സെൻസറിന്റെ വാല്യൂ 0 ആവണം. അങ്ങനെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ നമ്മുടെ TV ഓഫ് ആവുള്ളൂ. അങ്ങനത്തെ സെറ്റപ്പാണ് കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ചെയ്താണ്. അല്ലെങ്കിൽ ESP32 ക്യാമും മെഷീൻ ലേണിംഗ് ഒക്കെ വെച്ച് കുറച്ചുകൂടി അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് VCC GND നമ്മുടെ റിലേമ കണക്ട് ചെയ്തു. ഇതിൻ്റെ ഡിജിറ്റൽ പിൻ നമ്മൾ ആർഡിനോൻ്റെ 10 ആയിട്ട് കണക്ട് ചെയ്തു. ആർഡിനോ നാനോൻ്റെ അത്ര നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ചെയ്താണ്. ഇനി ഞാനിവിടുന്ന് എത്ര നീങ്ങിപ്പോലും ഇപ്പം ഇവിടെ വന്നിരുന്നിട്ട് സിനിമ ആണെങ്കിലും നമ്മുടെ TV ഓൺ ആവും. ഇപ്പം നമ്മൾ TV ഓഫ് ചെയ്ത് വെച്ചേക്കാണേ. നമ്മളിവിടെ ഈ ഒരു പരിസരത്ത് നമ്മൾ എവിടെ നിന്ന് TV കണ്ടാലും സംഭവം സെറ്റപ്പായിട്ട് വർക്ക് ചെയ്യും കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ PIR സെൻസർ വെച്ചിട്ടുണ്ട്. TV ഇപ്പോൾ ഓഫാണ്. ഞാൻ അവിടെ പോയി ഇരിക്കാൻ പോവാണ്. അപ്പോൾ TV ഓൺ ആവില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇരുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഡീലൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൺ ആവാൻ. ഓക്കെ, ഈ സംഭവം ഓണായിട്ടുണ്ട്. അപ്പോൾ നോ സിഗ്നൽ ഞാൻ അതായത് നമ്മൾ സിഗ്നലൊന്നും കണക്ട് ചെയ്തില്ല, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഇപ്പോൾ ഈ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് സംസാരിക്കുകയാണെങ്കിലും കൈ കണക്കാണെങ്കിലും സംഭവം ഓഫാവില്ലാതെ കാണിച്ചു തരാം അല്ലേ. അതായത് നമ്മൾ സെൻസിറ്റിവിറ്റി ഫുള്ളായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാമിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കണ്ടാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു PIR സെൻസർ. ഇപ്പോൾ അൾട്രാസോണിക് സെൻസർ അങ്ങോട്ടാണ്, ഞാൻ ഇവിടെ നിൽക്കാം കേട്ടോ. അതാണ് നമ്മളിതിൽ മുകളിൽ വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അപ്പർ സൈഡിലൊക്കെ വയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ച് ആക്യുറസി ഒക്കെ കൂടും. വേണ്ടി സംഭവം ഓഫ് ആവണമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ട്രൈപ്പോഡ് വെച്ച് തന്നെ ബാക്കിലേക്ക് പോകും. നമ്മൾ സെൻസിറ്റിവിറ്റി അത്രയും കിട്ടൂല. അപ്പോൾ TV ഓഫ് ആവും കേട്ടോ. കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ പോകാൻ ഇത്തിരി പണിയുണ്ട്. ഇപ്പോൾ അത് TV ഓൺ തന്നെയാണ്. ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവിടെ അൾട്രാസോണിക് സെൻസറിന് ഇപ്പോൾ ആരുമില്ല എന്ന് സെൻസ് ചെയ്തു. അപ്പോൾ അടുത്ത ലൂപ്പ് ഓണായി, അതായത് PIR ലൂപ്പ്. അപ്പോൾ PIR ഇപ്പോൾ ഇത്രയും 0 ആയിരിക്കും വരിക. നമ്മൾ ഡിലേ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓഫ് ആവുകയെ സംബന്ധം ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായി നമ്മുടെ വീഡിയോ? സംഭവം 200% സക്സസ്ഫുൾ ആയേക്കാണ്. സംഭവം ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ എനിക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് നമ്മളൊരു പ്രശ്നം കണ്ടെത്തി അത് നമ്മൾ സോൾവ് ചെയ്ത് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങളും ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്കത് ഉണ്ടാക്കാം. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്തേക്കാം, ലൈക്കും ചെയ്തേക്കാം. ഇതേപോലത്തെ കിണ്ണം കാച്ച് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം ദേവനാരായണനൊപ്പം ട്രൈപ്പോഡും മൈക്കും നമ്മുടെ ഫോണും സൈനിങ് off.